ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. യൂട്യൂബിൽ ആദ്യമായിട്ടാണ് വീഡിയോ എന്ന് കുറേ ആൾക്കാർക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഐ എം റിയാസ്, വർക്കിംഗ് ആസ് എ റിക്രൂട്ട്മെൻറ്റ് കൺസൾട്ടൻറ്റ് ഇൻ ദുബായ്. ഇത് തുടങ്ങാനുള്ള മെയിൻ കാരണം പല ആൾക്കാരും പല രീതിയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് ജോലി കിട്ടിയത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി പെട്ടെന്ന് കിട്ടും, ഇങ്ങനെ കാര്യങ്ങൾ ഹയറിംഗ് ഉണ്ട്, അവിടെ ഇതുണ്ട് എമിറേറ്റ്സിൽ എങ്ങനെ ജോലി കിട്ടാം, അങ്ങനെ കുറേ ആൾക്കാർ കുറേ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവരൊന്നും പ്രോപ്പർ റിക്രൂട്ടേഴ്സ് ആയിരിക്കില്ല. ആസ് എ റിക്രൂട്ടറുടെ പാർട്ടിൽ നിന്ന് കാണുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളത് ഐ തിങ്ക് ഒരു റിക്രൂട്ടറിനാണ് കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഞാൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ചിലപ്പോൾ ചില മിസ്റ്റേക്സ് ഉണ്ടാവും, അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകും. ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു ജോബ് സീക്കർ യു എയിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ ഒരു ജോബിന് അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ യു എയിൽ ഇപ്പോൾ വന്ന ആൾക്കാർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അടുത്ത വീഡിയോസിൽ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഉള്ളവരെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി യു എയിലുള്ള ഒരാളാണ്, നിങ്ങൾ ജോബ് നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൾസ് കിട്ടുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കോൾസ് കിട്ടുന്നില്ലെങ്കിൽ അതിന് മെയിൻ റീസൺ നിങ്ങളുടെ സി വി ആയിരിക്കും. ഫസ്റ്റ് നിങ്ങൾക്കൊരു നല്ലൊരു ATS ഫ്രണ്ട്ലി സി വി വേണം. സി വിക്ക് ശേഷം നിങ്ങൾക്ക് എല്ലാ ജോബ് പോർട്ടൽസ്, ലിങ്ക്ഡിൻ, ഇൻഡീഡ്, അതുപോലെ നൗക്കറി, ഗൾഫ്, ബൈറ്റ്, ഗൾഫ് ടാലൻറ്റ്, ഇതാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്ത് പറയാറുള്ള ജോബ് പോർട്ടൽസ്. ഈ ജോബ് പോർട്ടൽസിലെല്ലാം നിങ്ങൾക്കൊരു പ്രൊഫൈൽ വേണം. ഈ പ്രൊഫൈൽ അതുപോലെ സി വി, ATS ഫ്രണ്ട്ലി സി വി, ഈ രണ്ട് സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ജോബ് നോക്കാൻ പോകുന്നത്. പിന്നെ നോർമൽ നമ്മൾ ഇമെയിൽ പറയുന്ന പോലെ ഇമെയിലും. ഈ മൂന്ന് സംഭവങ്ങളാണ് നമ്മൾ മെയിനായിട്ട് കോറായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ATS ഫ്രണ്ട്ലി സി വി. ATS ഫ്രണ്ട്ലി സി വി വെച്ച് നമ്മൾ നോർമലി ചെയ്യേണ്ട കാര്യം, എല്ലാ ജോബ് പോർട്ടൽസിലും നമുക്ക് റെലവൻ്റ് ആയിട്ട് തോന്നുന്ന ജോബ്സിന് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ, നമുക്ക് റെഫറൽസ് കിട്ടാനുള്ള വഴി നോക്കണം. റെഫറൽസ് കിട്ടുന്നത് എപ്പോഴും ഞാൻ ഇൻസ്റ്റാഗ്രാമിലും എല്ലാം പറയുന്ന പോലെ, റെഫറൽസ് മെയിനായിട്ട് കിട്ടുന്നത് നമുക്ക് നെറ്റ്വർക്കിംഗ് കൂടെ മാത്രമാണ്. നെറ്റ്വർക്കിംഗ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഓഫ് കോഴ്സ് ലിങ്ക്ഡിൻ ആണ്. ലിങ്ക്ഡിനിൽ നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിടാം. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ത്രൂ റെഫറൽസ് കിട്ടുമെന്നുള്ളത് നോക്കാം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇമെയിൽ IDs കളക്ട് ചെയ്യുക. HR-മാരുടെ ഇമെയിൽ IDs കളക്ട് ചെയ്യുക. കളക്ട് ചെയ്തിട്ട് അതിലോട്ട് ഡയറക്റ്റ് അവരെ റീച്ച് ചെയ്യാൻ നോക്കാം. HR-മാരായിട്ട് ഡയറക്റ്റ് റീച്ച് ചെയ്യാൻ രണ്ട് വഴികളുള്ളത്. ഒന്ന് മെയിലും, രണ്ടാമത്തത് ലിങ്ക്ഡിനും. ലിങ്ക്ഡിനിൽ നമുക്ക് കണക്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് മെയിൽ ത്രൂ അവരെ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ഒരു ജോബ് സീക്കറിനെ സംബന്ധിച്ച് ആൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ, മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ATS ഫ്രണ്ട്ലി സി വി എടുത്തിട്ട് അതിൽ ത്രൂ അപ്ലൈ ചെയ്യുക. ദെൻ രണ്ടാമത്തത്, എല്ലാ ജോബ് പോർട്ടൽസിലും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ത്രൂ അപ്ലൈ ചെയ്യുക. ദെൻ മൂന്നാമത്തത്, ലിങ്ക്ഡിൻ മെയിൻലി ഫോക്കസ് ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങൾ, റെഫറലിന് വേണ്ടിയിട്ട് ലിങ്ക്ഡിൻ മെയിൻലി ഫോക്കസ് ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു ജോബ് സീക്കർ മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇതിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും, കോൾസ് കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മെയിൽ അയക്കുന്നുണ്ടാവും, റെസ്പോൺസ് ഉണ്ടാവില്ല. അതിന് മെയിൻ റീസൺ നിങ്ങളുടെ CV തന്നെ ആയിരിക്കും. CV പ്രോപ്പറായിരിക്കുക. മാക്സിമം കീവേഡ്സ് CVയിൽ ആഡ് ചെയ്യുക. CVയിൽ കീവേഡ്സ് ആഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കോൾസ് കിട്ടി തുടങ്ങും. നിങ്ങൾ റെലവൻ്റ് ആയിട്ടുള്ള ജോബ്സിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മാത്രം. പ്രത്യേകം നോട്ട് ചെയ്യുക, ചില ആൾക്കാർ റെലവൻ്റ് ആയിട്ടുള്ള ജോബ്സിനാവില്ല അപ്ലൈ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു 3 to 4 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരു ജോബിനാവും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾക്ക് ശരിക്കും ഒരു 1 to 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. അത് റെലവൻ്റ് ആയിരിക്കില്ല. കറക്റ്റ് ജോബ് ഡിസ്ക്രിപ്ഷന് മാച്ച് ആവുന്ന ജോബ് റോൾ ഏതാണോ അതിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കോൾസ് കിട്ടുള്ളൂ. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. നമുക്ക് വരും വീഡിയോസിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.